വിശദമായി നോക്കാം. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവ് ജോണി നെല്ലൂർ പാർട്ടി വിട്ടു. ദേശീയ തലത്തിൽ പുതിയ മതേതര പാർട്ടി രൂപീകരിക്കുമെന്നാണ് പ്രഖ്യാപനം. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും നേതൃത്വം നൽകിയ കാലത്ത് ഉണ്ടായിരുന്ന സമീപനം ഇപ്പോഴുണ്ടോ എന്ന് ഘടകകക്ഷികൾ ആത്മപരിശോധന നടത്തണമെന്നും ജോണി നെല്ലൂർ പറഞ്ഞു. വ്യക്തിപരമായ കാരണങ്ങളാൽ തന്നെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഡെപ്യൂട്ടി ചെയർമാൻ എന്നുള്ള സ്ഥാനമാണ് ഇപ്പോൾ എനിക്കുള്ളത്. ആ ഡെപ്യൂട്ടി ചെയർമാൻ സ്ഥാനവും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വവും ഞാൻ രാജിവെക്കുകയാണ്. കഴിഞ്ഞ 30 വർഷമായി ഞാൻ UDFന്റെ ഉന്നതാധികാര സമിതി അംഗമാണ്. 2016 മുതൽ UDF സംസ്ഥാന സെക്രട്ടറി ആയിട്ടും പ്രവർത്തിക്കുകയാണ്. ആ പദവികളും ഞാൻ രാജിവെക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് തികച്ചും വ്യക്തിപരമായ കാരണങ്ങളാലാണ്. അതോടൊപ്പം തന്നെ ഈ കാലം അത്രയും എന്നെ പ്രോത്സാഹിപ്പിക്കുകയും സഹായിക്കുകയും ഒക്കെ ചെയ്ത സംസ്ഥാനത്തെ മുഴുവൻ UDF നേതാക്കന്മാരോടും മുഴുവൻ UDF പ്രവർത്തകരോടും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുകയാണ്. എൻ്റെ രാഷ്ട്രീയ വളർച്ചയിൽ എന്നെ അകമഴിഞ്ഞ് സഹായിച്ച കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ മൺമറഞ്ഞു പോയവരുണ്ട്, ഇപ്പോൾ ഉള്ളവരുണ്ട്. അതിൽ ആ പാർട്ടിയുടെ ആയിരക്കണക്കിന് പ്രവർത്തകർ, അവരോടെല്ലാമുള്ള എൻ്റെ നന്ദിയും കടപ്പാടും ഞാൻ ഇത്തരണത്തിൽ അറിയിക്കുകയാണ്. എൻ്റെ ഭാവി പ്രവർത്തനങ്ങൾ ഒരു 3-4 ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിക്കും. ഏതായാലും നിലവിലുള്ളൊരു പാർട്ടിയിലും ചേരാൻ ഉദ്ദേശിക്കുന്നില്ല. BJP പിന്തുണയോടെയാണ് പുതിയ രാഷ്ട്രീയ നീക്കം. ക്രൈസ്തവ സഭയിലെ ഒരു വിഭാഗത്തിന്റെ പിന്തുണയും പുതിയ നീക്കത്തിനുണ്ട്. ജോണി നെല്ലൂരിന്റെ നീക്കത്തിന് പിന്നിൽ നിഗൂഢ ലക്ഷ്യമെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ്. കർഷകരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന പാർട്ടിയാണ് കേരള കോൺഗ്രസ്. പാർട്ടി വിട്ടുകൊണ്ടുള്ള ജോണി നെല്ലൂരിന്റെ കത്ത് ലഭിച്ചിട്ടില്ലെന്നും PJ ജോസഫ് വ്യക്തമാക്കി. ജോണി നെല്ലൂര് പാർട്ടി വിട്ടത് ചില നിഗൂഢ ലക്ഷ്യങ്ങളോടെയാണെന്നാണ് ഞാൻ കരുതുന്നത്. പുതിയ പാർട്ടി രൂപീകരിക്കുമെന്ന് പറഞ്ഞെങ്കിലും അത് വ്യക്തിപരമായ കാരണങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വയനാട്ടിൽ പോയതിനൊരു പരാതി പറഞ്ഞിട്ടുണ്ട്. അത് ഫുള്ളായിട്ടൊന്നും ഇവർ പറഞ്ഞിട്ടില്ല. ഏതായാലും അദ്ദേഹം വ്യക്തി വിഭാഗത്തിൽ നിന്ന ഒരാളാണ്. പാർട്ടിയിൽ വേണ്ടത്ര സ്ഥാനം കൊടുക്കുകയും ചെയ്യും. അദ്ദേഹം പിന്നെ കേരള കോൺഗ്രസ് പാർട്ടിയിൽ ഒരു പ്രതികരണം ഉണ്ടായില്ല. UDFൽ കൊഴിഞ്ഞുപോക്ക് തുടരുമെന്ന EP ജയരാജൻ. ജോണി നെല്ലൂർ പാർട്ടി വിട്ടതിനോടാണ് പ്രതികരണം. ഇതാദ്യമല്ല, ഇത് ഇനിയും തുടരും. കേരളത്തിന്റെ വികസനത്തെ എതിർക്കുന്ന മുന്നണിയാണ് UDF എന്നും EP ജയരാജൻ പറഞ്ഞു. വളരെ സന്തോഷം. ഇനിയും പലരും ഇതുപോലെ UDF വിട്ടുകൊണ്ടേയിരിക്കും. UDF ആവശ്യമില്ലാത്ത ഒരു ഘടകമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരള താല്പര്യങ്ങളോട്, ജനതാല്പര്യങ്ങളോട് താല്പര്യമില്ലാത്തൊരു സംഘടനയ്ക്ക് നിന്ന് പോകാൻ സാധിക്കില്ല. കേരളത്തിൻ്റെ സമഗ്ര വികസനത്തെ എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരു മുന്നണിയാണ് UDF. അതുകൊണ്ട് തന്നെ ഇനിയും UDFനകത്ത് ഇത്തരത്തിലുള്ള ഒഴിഞ്ഞുപോക്കുണ്ടാകും. UDF ദുർബലപ്പെടും. BJP പിന്തുണയുടെ പുതിയ പാർട്ടി അത് പിന്നെ അവരുടെ കാര്യങ്ങൾ വന്നാൽ അപ്പോൾ പറയാം. നിലപാട് വന്നാൽ അപ്പോൾ പറയാം. അവരുടെ നിലപാടുകളും കാര്യങ്ങളും കുറെ കൂടി വിശദമായി പരിശോധിച്ച് പറയേണ്ട വിഷയമാണത്. പക്ഷേ ഇത്രയും കാലം UDFൽ നിന്ന് പോന്നിട്ടുള്ള ഒരു പാർട്ടിയുടെ പ്രമുഖനായൊരു നേതാവ് അത് വിട്ടുപോകുകയാണ്. ഇതാദ്യത്തെ വിടലല്ല, പലരും വിട്ടുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. അത് തുടരും. കേരളത്തിലെ ക്രൈസ്തവ വിഭാഗങ്ങളെ ഒപ്പം നിർത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ജോണി നെല്ലൂരിന്റെ മുന്നിൽ നിർത്തിയുള്ള BJPയുടെ പുതിയ നീക്കം. പ്രധാനമന്ത്രി കേരളത്തിലെത്തുമ്പോൾ ജോണി നെല്ലൂരും ഒപ്പമുള്ള നേതാക്കളും അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. അതിനുശേഷമാകും പുതിയ പാർട്ടിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം. എന്നാൽ സഭാ നേതൃത്വത്തിന്റെ പിന്തുണ എത്രത്തോളം ഉണ്ടാകും എന്നതിനെ ആശ്രയിച്ചാകും പുതിയ പാർട്ടിയുടെ ഭാവി. കേരള കോൺഗ്രസിന്റെ ഓരോ പിളർപ്പും രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്. എന്നാൽ വളരും തോറും പിളരും, പിളരും തോറും വളരും എന്ന KM മാണിയുടെ മുദ്രാവാക്യത്തിന് ഇപ്പോൾ കാര്യമായ പ്രസക്തിയില്ല. പക്ഷേ ജോണി നെല്ലൂർ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പുതിയ നീക്കത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എഴുതിത്തള്ളാനാവില്ല. കാരണം ഇരു മുന്നണികളും ക്രൈസ്തവ വിഭാഗത്തെ അവഗണിക്കുന്നു എന്ന ചിന്ത സഭാ നേതൃത്വത്തിനും വിശ്വാസികൾക്കുമിടയിലുണ്ട്. ഇതോടെയാണ് ക്രൈസ്തവ വിഭാഗത്തെ ഒപ്പം നിർത്താൻ BJP നേതാക്കൾ അരമനകൾ കയറിയിറങ്ങുന്നത്. സമാന്തരമായി തന്നെ BJP നേതാക്കൾ രാഷ്ട്രീയ ചർച്ചകളും നടത്തുന്നുണ്ട്. അമിത്ഷാ നിയോഗിച്ച പ്രത്യേക ദൂതൻ വഴി കേരള കോൺഗ്രസ് നേതാക്കളായ ജോണി നെല്ലൂർ, മാത്യു സ്റ്റീഫൻ, മുൻ MLA ജോർജ് ജെ മാത്യു, കത്തോലിക്ക കോൺഗ്രസിന്റെ നേതാക്കൾ തുടങ്ങിയവരുമായും പല ഘട്ടങ്ങളിൽ ചർച്ച നടത്തി.
ക്രൈസ്തവരുടെയും കർഷകരുടെയും ഇടയിൽ സ്വാധീനമുള്ള മറ്റു നേതാക്കളെയും ഒപ്പം കൂട്ടാൻ ഇവരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. 1992 കേരള കോൺഗ്രസ് പിളർത്തി ജേക്കബ് ഗ്രൂപ്പ് രൂപീകരിച്ചപ്പോൾ അന്ന് ജേക്കബിനൊപ്പം ഉറപ്പിച്ച ജോണി നെല്ലൂർ 5 വർഷം മുമ്പാണ് അനൂപ് ജേക്കബുമായി കലഹിച്ച് പാർട്ടി വിട്ടത്. KM മാണിയുടെ മരണശേഷവും കേരള കോൺഗ്രസിൽ വീണ്ടും പിളർപ്പുണ്ടായപ്പോൾ ജോണി നെല്ലൂർ ജോസഫിനെ കൈവിട്ടില്ല. എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിക്കപ്പെട്ടതോടെ ജോണി നെല്ലൂരും മറ്റു മുതിർന്ന നേതാക്കളും പാർട്ടിയിൽ അസംതൃപ്തരായി. ഇതോടെ പുതിയ രാഷ്ട്രീയ സാധ്യതകളും ഇവർ തേടിയിരുന്നു. പിന്നാലെയാണ് സഭകളുമായി അടുക്കാനുള്ള BJPയുടെ തന്ത്രങ്ങൾ അറിഞ്ഞ് ജോണി നെല്ലൂരും ജോർജ് ജെ മാത്യുവും മാത്യു സ്റ്റീഫനും ഉൾപ്പെടെയുള്ള നേതാക്കൾ കൊച്ചിയിൽ യോഗം ചേർന്നത്. എന്നാൽ സഭാ നേതൃത്വവുമായി ഇവർ ചർച്ച നടത്തിയെങ്കിലും പരസ്യ പിന്തുണ ഉറപ്പായിട്ടില്ല. ഇരു മുന്നണികളും ക്രൈസ്തവരെയും കർഷകരെയും അവഗണിക്കുന്നു എന്ന പ്രചാരണം ശക്തമാക്കിക്കൊണ്ട് പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനമാണ് ഇവർ ലക്ഷ്യമിടുന്നത്. അതേസമയം സഭയുടെയും വിശ്വാസികളുടെയും വിശ്വാസം ആർജിച്ചെടുക്കുക ജോണിക്കും കൂട്ടർക്കും വെല്ലുവിളിയാകും. ടോം കുര്യാക്കോസ്, ന്യൂസ് 18, കൊച്ചി. രണ്ടാം ട്രയൽ റണ്ണിൽ കൂടുതൽ വേഗം കൈവരിച്ച വന്ദേ ഭാരത് ട്രെയിൻ ആദ്യ ട്രയൽ റണ്ണിനേക്കാൾ 15 മിനിറ്റ് നേരത്തെ കോഴിക്കോടെത്തി. വന്ദേ ഭാരത് കാസർഗോഡ് വരെ ട്രയൽ റൺ നടത്തി. 25-ന് രാവിലെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതിനൊപ്പം പ്രധാനമന്ത്രി കുട്ടികളുമായി ട്രെയിനിനുള്ളിൽ സംവദിക്കും. രാവിലെ 5:30-ന് വന്ദേ ഭാരത് രണ്ടാം ട്രയൽ റൺ തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ചു. 6:10-ന് കൊല്ലത്തും 7:33-ന് കോട്ടയത്തും 8:32-ന് എറണാകുളത്തും 9:37-ന് തൃശ്ശൂരുമെത്തി. 10:44-ന് തിരൂർ എത്തിയെങ്കിലും തിരൂരിൽ നിർത്തിയില്ല. 5 മണിക്കൂർ 50 മിനിറ്റിൽ കോഴിക്കോടെത്തി. കഴിഞ്ഞ തവണ 6 മണിക്കൂർ 6 മിനിറ്റാണ് കോഴിക്കോടെത്താനെടുത്ത സമയം. കാസർഗോഡ് നിന്ന് രാത്രിയോടെ തിരികെ തിരുവനന്തപുരത്തെത്തി ട്രയൽ റൺ പൂർത്തിയാക്കും. 25-ന് വന്ദേ ഭാരത് ഫ്ളാഗ് ഓഫിനായി തിരുവനന്തപുരത്തെത്തുന്ന പ്രധാനമന്ത്രി ജില്ലയിലെ സ്കൂളുകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട 70 വിദ്യാർത്ഥികളുമായി ട്രെയിനിനുള്ളിൽ സംവദിക്കും. പ്രധാനമന്ത്രി ട്രെയിനിൽ യാത്ര ചെയ്യുമോ എന്നതിൽ തീരുമാനമായിട്ടില്ല. ഉദ്ഘാടന സമ്മേളനം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കും. തമ്പാനൂർ, വർക്കല റെയിൽവേ സ്റ്റേഷനുകൾക്ക് പുതിയ കെട്ടിടം പ്രധാനമന്ത്രി തറക്കല്ലിടും. നേമം, കൊച്ചുവേളി, തിരുവനന്തപുരം സമഗ്ര വികസന പദ്ധതിയും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ നവീകരണ പ്രവർത്തനങ്ങൾക്കും തുടക്കമിടും. സ്റ്റേഷനുകളിൽ കൂടുതൽ ട്രെയിനുകൾ വന്നു പോകാനുള്ള ക്രമീകരണമാണ് ഒരുക്കുന്നത്. ഇവയ്ക്കായി 156 കോടി രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത്. പാലക്കാട് പൊള്ളാച്ചി വൈദ്യുതീകരിച്ച റെയിൽപാത രാജ്യത്തിന് സമർപ്പിക്കും. രണ്ടാം ഘട്ട ട്രയൽ റൺ തിരുവനന്തപുരത്ത് പൂർത്തി. ഏത് സമയത്ത് കാര്യത്തിൽ ഒരു വ്യക്തത ലഭിക്കും. ഒപ്പം മറ്റു ട്രെയിനുകളുടെ സമയക്രമത്തിലും ചില മാറ്റങ്ങൾ ഉണ്ടാകും. ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18, തിരുവനന്തപുരം. പ്രസംഗത്തിലും പ്രചരണത്തിലും വേഗം കൂടിയാലും വന്ദേ ഭാരത് ട്രെയിനിന് അത്ര വേഗം ഉണ്ടാകില്ല എന്ന് കാനം രാജേന്ദ്രൻ. BJP നേതാക്കൾ പ്രചരിപ്പിക്കുന്നത് പോലെയല്ല യാഥാർത്ഥ്യം. സിൽവർ പദ്ധതിക്ക് കേന്ദ്രം അംഗീകാരം വേണം. അതിനായുള്ള ചർച്ചകൾ ഇനിയും തുടരും. മിൽമ പാൽ വില വർദ്ധിപ്പിച്ചപ്പോൾ സർക്കാരുമായുള്ള ആശയവിനിമയത്തിൽ എവിടെയാണ് പിഴവുണ്ടായതെന്ന് പരിശോധിക്കണമെന്നും കാനം രാജേന്ദ്രൻ ആവശ്യപ്പെട്ടു. കേരളത്തിലെ ട്രാക്കുകൾ കൂടി ഓടാവുന്ന വേഗതയിലേ ഓടാവുള്ളൂ. പ്രചരണത്തിനും പ്രസംഗത്തിനും വേഗത കൂടിയാലും ട്രെയിനിന് അത്രയും വേഗത ഉണ്ടാവുകയില്ല. അതിനിയും കോടികൾ മുടക്കണം. അതാണ് യാഥാർത്ഥ്യം. അതുതന്നെയാണ് പണ്ട് നമ്മൾ പറഞ്ഞത്. ഫയൽ നീക്കത്തിന് വേഗം പോരെന്ന് മുഖ്യമന്ത്രി. മന്ത്രിസഭ ഒരുപാട് കാര്യങ്ങൾ വേഗത്തിൽ ചെയ്യാൻ ശ്രമിക്കുന്നു. എന്നാൽ ഫയൽ നീക്കത്തിൽ അത് പരാജയപ്പെടുകയാണ്. കഴിഞ്ഞ 7 വർഷത്തെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്. അണ്ടർ സെക്രട്ടറി വരെയുള്ള ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് മുഖ്യമന്ത്രിയുടെ വിമർശനം. ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന് ആദ്യം തന്നെ ഓർമ്മിപ്പിച്ചതാണ്. നിങ്ങൾ വിചാരിച്ചാൽ ഒരു ഫയൽ മരിക്കുമെന്ന് മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. ലേഡീസ് ബാൻഡിൽ ഇനി അതിഥി വിശേഷം. വനിതാ സംവിധായകരെ വളർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ തുടങ്ങിയ പദ്ധതി പ്രകാരം KSFDC നിർമ്മിച്ച 4ാമത് ചിത്രമാണ് ശ്രുതി ശരണ്യം സംവിധാനം ചെയ്ത B32 മുതൽ 44 വരെ. എന്നാൽ പദ്ധതി എന്ന പേരിൽ ചിത്രം നിർമ്മിച്ചതല്ലാതെ ചിത്രത്തിന് തിയേറ്ററുകൾ കണ്ടെത്തുന്നതിൽ സംവിധാനങ്ങൾ പരാജയപ്പെട്ടു എന്നതാണ് വസ്തുത. ആസ്വാദകരുടെയും നിരൂപകരുടെയും ഉൾപ്പെടെ ഏറെ പ്രശംസ പിടിച്ചുപറ്റിയ B32 മുതൽ 44 വരെ എന്ന സിനിമയ്ക്ക് ആവശ്യത്തിന് തിയേറ്ററുകൾ ലഭ്യമായില്ല. സ്ത്രീ മുന്നേറ്റത്തിനായി തുടങ്ങിയ ഈ പദ്ധതിയുടെ ഇത്തരത്തിലുള്ള പോക്ക് വിശകലനം ചെയ്യുകയാണ് ലേഡീസ് ബാൻഡ്. ഇന്ന് B32 മുതൽ 44 വരെ എന്ന സിനിമയ്ക്ക് സംഭവിക്കുന്നത് എന്ത്? വനിതാ സംവിധായകരെ വളർത്തിക്കൊണ്ടുവരിക എന്ന സംസ്ഥാന സർക്കാർ പദ്ധതി ആത്മാർത്ഥതയുള്ളതാണോ? പദ്ധതി ഫലപ്രാപ്തിയിലെത്തിക്കുന്നതിൽ പരാജയപ്പെട്ടോ? വിശദമായി പരിശോധിക്കുകയാണ് ലേഡീസ് ബാൻഡ്. ഇന്ന് അതിഥികളായി ചേരുന്നത് ചിത്രത്തിന്റെ സംവിധായികയായ ശ്രുതി ശരണ്യം, ചലച്ചിത്ര നിരൂപകനായ നിധിൻ, അതോടൊപ്പം അധ്യാപികയും നിരൂപകയുമായ സംഗീത ചേനമ്പുള്ളി.
മൂവർക്കും ലേഡീസ് ബാൻഡിലേക്ക് സ്വാഗതം. ചർച്ചയിലേക്ക് കടക്കും മുമ്പ് ഇന്നലെ ഈ സിനിമയുടെ ഈ ഒരു അവസ്ഥയുമായി ബന്ധപ്പെട്ട് സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ ഒരു പ്രതികരണം നടത്തിയിരുന്നു. ആദ്യം ആ പ്രതികരണം കേട്ട് തിരികെ എത്താം. നമ്മളുടെ സർക്കാർ സ്ത്രീകളുടെ സിനിമയിലെ സാന്നിധ്യവും പ്രാതിനിധ്യവും കൂട്ടുവാനായി ഗണ്യമായ രീതിയിൽ കൂട്ടുവാനും അതുവഴി വലിയൊരു വാല്യൂ അഡീഷൻ സിനിമയ്ക്ക് ഉണ്ടാവട്ടെ എന്നുള്ള ആഗ്രഹത്താൽ നമുക്കറിയാം KSFDC ഇപ്പോൾ ചിത്രങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി ശരണ്യം സംവിധാനം ചെയ്ത B32 മുതൽ 44 വരെ എന്നുള്ള സിനിമ ഇപ്പോൾ ഉണ്ട്. ആ സിനിമ നമ്മുടെ മുമ്പിലുണ്ട്. വളരെ മികച്ച സിനിമയാണ്. അത് കണ്ടവരും ഞങ്ങളെപ്പോലുള്ളവരും ഒക്കെ കണ്ടവരും വിമർശകരും ഒരുപോലെ ആ സിനിമയെക്കുറിച്ച് ഗംഭീര അഭിപ്രായം പറയുന്നു. നിങ്ങളുടെ ശ്രദ്ധയിലും പെട്ട് കാണും. പക്ഷേ KSFDC ഈ സിനിമ നിർമ്മിക്കുന്നു എന്നല്ലാതെ ഈ നിർമ്മിക്കുന്ന സിനിമയെ തിയേറ്ററിൽ നിലനിർത്തുക എന്നുള്ള ഒരു സംഗതി കൂടി KSFDC ചെയ്യേണ്ടതായിരുന്നു എന്ന് ഈ അവസരത്തിൽ ഞങ്ങൾക്കൊരു അഭിപ്രായമുണ്ട്. അവിടെ അത് ലാഭേച്ഛ മാത്രം വെച്ച് പ്രവർത്തിക്കുന്ന മറ്റ് തിയേറ്ററുകളിലെ പോലെ KSFDC മാറുന്നുണ്ടോ എന്നൊരു സംശയം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഒരു തലത്തിൽ വിപ്ലവകരമായ ഒരു പദ്ധതിക്ക് മുതൽ മുടക്കുകയും മുന്നോട്ടിറങ്ങുകയും ചെയ്യുന്ന KSFDCയെ അനുവദിക്കുന്നതിനോടൊപ്പം മറ്റൊരു സൈഡിൽ ആ സിനിമയെ വേണ്ടത്ര രീതിയിൽ പ്രേക്ഷകർക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് KSFDC ബന്ധപ്പെട്ട ആളുകളും ചിന്തിക്കേണ്ടതുണ്ട് എന്ന് ഒരഭിപ്രായം ഞങ്ങൾക്കുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ക്യാമ്പ് ചലച്ചിത്ര അക്കാദമി നാളെ തുടങ്ങുകയാണ്. സ്ത്രീ സാങ്കേതിക പ്രവർത്തകരുടെ അതായത് സാങ്കേതിക മേഖലകളിൽ മുഴുവനും സ്ത്രീകൾക്ക് ട്രെയിനിങ് കൊടുക്കുകയും അവരെ സിനിമകളിൽ സഹകരിപ്പിക്കാൻ ഫെഫ്ക പോലുള്ള സംഘടനകളുമായിട്ട് ചേർന്നിട്ടുള്ളൊരു പദ്ധതി ഇപ്പോൾ തുടക്കം കുറിക്കുകയാണ്. അത് തീർച്ചയായിട്ടും സർക്കാരും തൊഴിലാളി സംഘടനകളും തമ്മിലുള്ള നിർമ്മാതാക്കളും ഒക്കെ തമ്മിലുള്ള ഒരു നിരന്തര ചർച്ചയുടെ വെളിച്ചത്തിലാണ് അതുണ്ടാകുന്നത്. അപ്പോൾ അതൊക്കെ ഉണ്ടായി ഇങ്ങനത്തെ സിനിമകൾ ഉണ്ടാകുമ്പോൾ ഈ സിനിമകൾ നിലനിൽക്കണം, ആളുകൾ കാണണം. അവിടെ നമ്മൾ 10 പേരേ ഉള്ളൂ, 5 പേരേ ഉള്ളൂ, ഷോ നടക്കുന്നില്ല എന്നതുകൊണ്ട് ആ സിനിമ നിർത്തിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഖേദകരമാണ്. എന്നാൽ ഈ ഉദ്യമം വലിയ രീതിയിൽ അഭിനന്ദനീയവുമാണ്. അതിഥികളിലേക്ക് കടക്കുകയാണ്. ആദ്യം ഞാൻ സംവിധായിക ശ്രുതി ശരണ്യത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. ശ്രുതി, ഇപ്പോൾ ബി ഉണ്ണികൃഷ്ണനും പറഞ്ഞു വളരെ മികച്ച സിനിമ. ഈ സിനിമ കണ്ടിറങ്ങിയ എല്ലാ പ്രേക്ഷകർക്കും നിരൂപകർക്കും എല്ലാം പറയാനുള്ളത് ഇതേ അഭിപ്രായമാണ്, എല്ലാവരും കണ്ടിരിക്കേണ്ട സിനിമ എന്നുള്ളത്. പക്ഷേ കാണാൻ വേദികളില്ല, സദസ്സുകളില്ല, തിയേറ്ററുകളിൽ ഇതിന് ഇടം ലഭിക്കുന്നില്ല. എന്താണ് നമ്മൾ ഈ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്താണ് B32 മുതൽ 44 വരെ എന്നുള്ള സിനിമയ്ക്ക് സംഭവിക്കുന്നത്? എവിടെയാണ് പാളിയത് ശ്രുതി? ആദ്യം തന്നെ ഉണ്ണീഷൻ സാർ പറഞ്ഞ അവസാനത്തെ ആ ഒരു വാചകം വെച്ച് ഞാൻ തുടങ്ങട്ടെ. വേറൊന്നുമല്ല, ഇത്തരത്തിലൊരു ഉദ്യമം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്നുള്ളത് തന്നെ വലിയൊരു സ്റ്റെപ്പാണ്. എനിക്ക് തോന്നുന്നു വേറെ അന്യ സംസ്ഥാനങ്ങളിലൊന്നും തന്നെ സംഭവിക്കാൻ സാധ്യതയില്ലാത്ത, ഒരു പക്ഷേ കേരളത്തിൽ മാത്രം സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിലൊരു സിനിമ ഉണ്ടായി എന്നുള്ളത്. ഇത്തരത്തിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടൊരു ഫണ്ട് നിലനിന്നു. അതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് എന്നെപ്പോലെ കുറേ സംവിധായകർ പുറത്തേക്ക് വന്നു, ഞങ്ങളുടെ ചിത്രങ്ങൾ വന്നു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. ഓക്കെ, അത് അങ്ങേയറ്റം പ്രശംസനീയമാണ്. പിന്നെ അതിൻ്റെ മറ്റൊരു പോസിറ്റീവ് പറയുകയാണെങ്കിൽ, ഈ ചിത്രം ഞാനൊരു പ്രൈവറ്റ് പ്രൊഡ്യൂസറുടെ മുൻപിൽ കൊണ്ടുപോവുകയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ കണ്ടൻറ്റിനകത്ത് ഒരുപാട് ഇടപെടലുകൾ ഉണ്ടാകുമായിരുന്നു. ഇവിടെ അത്തരത്തിൽ ഒരു ഇടപെടലും ഇല്ലാത്ത രീതിയിൽ എനിക്ക് ആ സിനിമയെ പുറത്തു കൊണ്ടുവരാനായിട്ട്, നിർമ്മിക്കാനായിട്ട് സാധിച്ചു. അതും വലിയൊരു കാര്യമാണ്. കാരണം എനിക്ക് ഉറപ്പുണ്ട് ഈ പറയുന്ന ആക്ടേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും അതല്ലെങ്കിൽ കണ്ടൻറ്റിനകത്തുള്ള പൊളിറ്റിക്സിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാത്തിലും ഇപ്പോൾ ഒരു പ്രൈവറ്റ് പ്രൊഡ്യൂസർ ആണെങ്കിൽ ഇടപെടലുകൾ ഉണ്ടായേക്കാം. പക്ഷെ അതൊന്നും ഇല്ലാത്ത രീതിയിൽ സിനിമയെ ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ അതൊക്കെ വളരെ വലിയ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, അഭിനന്ദനീയം തന്നെയാണ് തീർച്ചയായിട്ടും. പക്ഷേ എന്തുകൊണ്ടോ വേണ്ടത്ര തിയേറ്ററുകൾ കിട്ടിയില്ല. അതൊരു പക്ഷേ ഡിസ്ട്രിബ്യൂഷനിൽ വന്ന തകരാറുകൾ കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടറെ നിശ്ചയിക്കേണ്ട സമയത്തിൽ വന്ന ഒരു ഡിലേ കൊണ്ടായിരിക്കാം. എന്തുകൊണ്ടോ വേണ്ടത്ര നല്ല തിയേറ്ററുകൾ കിട്ടിയില്ല. പിന്നെ ഇതൊരു ഫെസ്റ്റിവൽ സീസൺ ആയിരുന്നു. വിഷു അതുപോലെ ഈസ്റ്റർ, ഈ ഫെസ്റ്റിവലുകളെല്ലാം
ഒരുമിച്ച് വന്ന ഒരു സമയം. ഒരുപാട് ചിത്രങ്ങൾ, ഇപ്പം എൻ്റെ ചിത്രം ഇറങ്ങുന്നതിൻ്റെ അന്നും അതിൻ്റെ പിറ്റേ ദിവസവുമായി ഏകദേശം 12ഓളം ചിത്രങ്ങൾ, അതും ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾ പുറത്തിറങ്ങിയിരുന്നു. അതിനിടയിലേക്കാണ് എൻ്റെ ചിത്രം കൊണ്ടുപോയി ഇറക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ തിരഞ്ഞെടുത്ത ഡേറ്റിൽ വന്ന ഒരു അപാകതയുണ്ടാകാം. അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഇതിൻ്റെ പുറകിൽ ഉണ്ടായിട്ടുണ്ടാകണം. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ എനിക്കും ഇപ്പോൾ അതിനൊരു വ്യക്തമായ ഉത്തരമില്ല. പക്ഷേ ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് അത്തരത്തിലൊരു ശ്രുതി, അപ്പോൾ ഒരു സംവിധായിക എന്നുള്ള നിലയിൽ ശ്രുതി ഇപ്പോൾ സൂചിപ്പിച്ചു, അതായത് ഈ ഡേറ്റ് നിശ്ചയിക്കുന്നതിൽ ഒരു പാളിച്ച സംഭവിച്ചു എന്നുള്ളത്. ഈ ഒരു സമയത്തായിരുന്നില്ല ഒരു പക്ഷേ ഈ സിനിമ ഇറങ്ങുന്നത് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നമുക്ക് തിയേറ്ററുകളിൽ ഇത് പിടിച്ചു നിർത്താനായിട്ട് സാധിക്കുമായിരുന്നു എന്നുള്ളത്. അതോടൊപ്പം ഈ ഡിസ്ട്രിബ്യൂഷനിൽ സംഭവിച്ചിട്ട് അതിൻ്റെ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഡേറ്റ് നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാലതാമസത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് സംവിധായിക എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഈ ഒരു ചിത്രം മുഴുവനായി ഏറ്റെടുത്ത് ഷോൾഡർ ചെയ്യുന്ന ശ്രുതിക്ക് ഈ ഒരു വിഷയങ്ങളിൽ ഇടപെടാൻ കഴിഞ്ഞിട്ടില്ലേ? അല്ല, സാധാരണഗതിയിൽ ഇതിലൊന്നും സംവിധായകർ ഒരു പ്രൊഡക്ഷനിലും ഇടപെടില്ല. ഒരു പ്രൊഡക്ഷനിലും സംവിധായകർ ഈ ഡിസ്ട്രിബ്യൂഷൻ്റെയോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടേണ്ടി വരാറില്ല. അപ്പോൾ ഞാനും ആ ഒരു സ്റ്റാൻഡിൽ തന്നെയാണ് നിലനിന്നിരുന്നത് ഈ കഴിഞ്ഞ ദിവസം വരെ കൂടെ. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഇങ്ങനെ നമുക്ക് തിയേറ്റർ കിട്ടാതെ വരികയും അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴാണ് ഞാൻ എൻ്റെ ഫിലിം സൊസൈറ്റി പ്രവർത്തകർ വഴിയും അങ്ങനെ പല രീതിയിലൊക്കെ തിയേറ്ററുകൾ സ്വയം അന്വേഷിക്കുകയും തിയേറ്റർ ഓണേഴ്സുമായിട്ട് സംസാരിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത്. സാധാരണ ഇതൊരു ഡയറക്ടറുടെ പണിയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ ഇടപെട്ടിട്ടുമില്ല തുടക്കത്തിൽ. അങ്ങനെയാണ് സംഭവിച്ചത്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ഇതൊരു വലിയ സ്റ്റെപ്പാണ്. ഇങ്ങനൊരു എന്താ പറയുക, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള സ്ത്രീ ശാക്തീകരണത്തിനുള്ള വലിയൊരു സ്റ്റെപ്പ് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനൊരു സിനിമ ഉണ്ടായി എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ മറന്നുകൊണ്ട്, നമ്മൾ വിസ്മരിച്ചുകൊണ്ട് എന്തെങ്കിലും ചെറിയ പാളിച്ചകളെ കുറ്റപ്പെടുത്തരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു വിനീതമായിട്ടുള്ള അഭ്യർത്ഥന. തീർച്ചയായിട്ടും അതിനെ കറക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനം അവിടെ ഉണ്ടാവുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇങ്ങനൊരു പ്രശ്നമുണ്ടായി, അതിനെങ്ങനെ പരിഹരിക്കാം, അതിനെക്കുറിച്ച് ഞാൻ പലരുമായിട്ടും ഇതിൻ്റെ പ്രൊഡക്ഷനിലെ ആളുകളുമായിട്ടും പലരുമായിട്ടും ചർച്ചകൾ നടത്തുന്നുണ്ട്, അവരോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ അത് പരിഹരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ ഒരൊറ്റ കാരണം കൊണ്ട് ഈ പദ്ധതിയെ തള്ളിപ്പറയുന്ന രീതിയിലേക്ക് പോകുന്ന ആ ഒരു പ്രവണതയെ ഞാൻ അല്പം സങ്കോചത്തോടു കൂടിയിട്ടാണ് നോക്കിക്കാണുന്നത്. കാരണം ഈ പദ്ധതി നിലനിന്ന് പോകേണ്ടത് ഇവിടുത്തെ സ്ത്രീകളായിട്ടുള്ള സംവിധായകരുടെയും അതുപോലെ അരികവൽക്കരിക്കപ്പെട്ട വ്യക്തികളുടെയും ഒക്കെ ഒരു ആവശ്യം കൂടിയാണ്. ഇതിവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അതിൽ ഒരുപാട് നഷ്ടങ്ങളുണ്ടാവും. അതിൻ്റെ ഗുണഭോക്താക്കൾക്ക് തന്നെയാണ് വലിയ നഷ്ടം ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ അടച്ചു പറയരുത് ഒരു ഗവൺമെൻറ് സംവിധാനത്തെ. കാരണം ഈ ഒരു ഗവൺമെൻറ് ആയതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. അപ്പോൾ അത് നമ്മൾ വിസ്മരിച്ചുകൊണ്ട് സംസാരിക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥനയുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ പിഴവുകളെ പരിഹരിക്കാനായിട്ട് തീർച്ചയായിട്ടും ഒരു ശ്രമം, ഒരു സംവിധാനം ഈ പറയുന്ന പ്രൊഡക്ഷൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. അത് അടുത്ത് തന്നെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇപ്പോൾ ജനങ്ങൾ സിനിമ ഏറ്റെടുത്തു, ഒരുപാട് നല്ല റിവ്യൂസ് വരുന്നുണ്ട്. ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഇതിനെ OTT പ്ലാറ്റ്ഫോമിലേക്ക് കൊടുക്കുന്നത് പോലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അഭ്യർത്ഥനകൾ പോകുന്നുണ്ട്. അപ്പോൾ അത് തീർച്ചയായും പരിഗണിക്കപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായും ശ്രുതി സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ അഭിനന്ദനാർഹമായ ഒരു പദ്ധതി തന്നെയാണ്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു നടപടി ഉണ്ടായത് തന്നെ ഏറെ പ്രശംസനീയമാണ്. പക്ഷേ അതേസമയം നിതിൻ, ഇത്തരത്തിലുള്ള ക്രാഫ്റ്റുകൾ, ഇത്തരത്തിലുള്ള വർക്കുകൾ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നതിനപ്പുറം ഇത് കാണികളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉത്തരവാദിത്വം കൂടി ആ ഒരു പ്രൊഡക്ഷനിലില്ലേ? ഇവിടെ ഇപ്പോൾ ആ ഒരു നടപടിയിലാണ് പാളിച്ചകൾ സംഭവിച്ചിട്ടുള്ളത്. ഇത് എങ്ങനെ പരിഹരിക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ് നിധിന് തോന്നുന്നത്. ബേസിക്കായി എനിക്ക് തോന്നുന്ന വിഷയം വെച്ചാൽ, ഇപ്പോൾ സർക്കാർ 2 വർഷമായിട്ടുള്ള ഈ പദ്ധതി തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2 സിനിമകൾ വരുമ്പോൾ തിയേറ്ററിൽ എത്തിയിരുന്നു. എനിക്ക് തോന്നുന്നു അതിനേക്കാളും കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിൽ വലിയ രൂപത്തിൽ കിട്ടിയെന്നല്ല, ഈ സിനിമ അർഹിക്കുന്ന തിയേറ്ററുകൾ കിട്ടി എന്നൊരു അഭിപ്രായം എനിക്കില്ല. പക്ഷേ കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിൽ കുറച്ചും കൂടി തിയേറ്ററുകൾ കിട്ടിയിരുന്നു. ഇതിൻ്റെ മറ്റൊരു പ്രധാന വിഷയം എന്താ വെച്ചാൽ, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ
ഈ സിനിമ എന്ന് മാത്രമല്ല, ഇപ്പം ഇത് സർക്കാർ ഉണ്ടാക്കിയ സിനിമയാണ് എന്നുള്ളത് കൊണ്ടിനപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള സിനിമകൾ ഒരുപക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധാരണ രൂപത്തിലുള്ള ഈ പറയുന്ന എല്ലാവരും ആഘോഷിക്കപ്പെടും എന്ന് വിശ്വസിച്ച് ഇറക്കുന്ന സിനിമകളല്ലാത്ത ഇത്തരത്തിലുള്ള ഒരു ക്വാളിറ്റി കണ്ടന്റുള്ള സിനിമകൾ, അത്തരത്തിലുള്ള സിനിമകൾക്കെല്ലാം തന്നെ സംഭവിക്കുന്നതാണ്. ഇപ്പോൾ സർക്കാർ പ്രൊഡക്ഷനിലുണ്ടായ സിനിമയാണിത്. മറിച്ചതല്ലാതെ തന്നെ മറ്റേ ദേശീയ അന്തർദേശീയ അവാർഡുകൾ കിട്ടി വരുന്ന മലയാള സിനിമകൾ, ആ സിനിമകൾ ഭൂരിപക്ഷം സിനിമകൾ തിയേറ്ററിലേക്ക് എത്താറേയില്ല. എത്തിയാൽ തന്നെ 3 ദിവസം 4 ദിവസമൊക്കെയാണ് അതിൻ്റെ ഒരു കാലാവധി. അതിനൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു നിലവിലൊരു മലയാള സിനിമയുടെ ഒരു സാഹചര്യം കൂടി ഇതിനൊപ്പം തന്നെ ചേർത്ത് വെച്ച് വായിക്കേണ്ടതുണ്ട്. മലയാളത്തിൽ ഇറങ്ങുന്ന ഇപ്പോൾ ഒരു കഴിഞ്ഞ ദിവസങ്ങൾ കണക്ക് വന്നിട്ടുണ്ട്. 3 മാസത്തിൽ ഇറങ്ങിയ സിനിമകൾ ഒരു സിനിമ മാത്രമാണ് തിയേറ്ററിൽ പിടിച്ചതെന്ന് പറഞ്ഞത്. ബാക്കി എല്ലാ സിനിമകളും സാമ്പത്തികമായി പരാജയപ്പെട്ടു, അല്ലെങ്കിൽ ബോക്സ് പിടിച്ചു നിൽക്കാൻ വേണ്ടി കഴിയാത്ത രൂപത്തിൽ വീണ് പോകുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ മലയാള സിനിമയ്ക്കുള്ളൊരു വലിയൊരു പ്രതിസന്ധി ഉണ്ട്. അതിനോട് ഒപ്പം തന്നെയാണ് ഇത്തരത്തിലുള്ള സിനിമകളും വരുന്നത്. പക്ഷേ എനിക്ക് തോന്നി സാധനത്തിനകത്ത് സർക്കാർ ഇതിനെ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നതിൽ മറ്റേ പറയുന്ന പോലെ പോരായ്മകളുണ്ട്, അല്ലെങ്കിൽ സർക്കാരിന് വിചാരിച്ച പോലെ ഒരു വലിയ രൂപത്തിലേക്ക് ഇത് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള സാധനം നിലനിൽക്കെ തന്നെ ഇത് ഈ സിനിമ ഇപ്പോൾ 2 ആഴ്ചയിലേക്ക് എത്തുകയാണ്. എനിക്ക് തോന്നുന്നു ഈ സിനിമ എത്തിയ പ്രധാനപ്പെട്ട ഒരു വിഷയം നേരത്തെ ശ്രുതി പറഞ്ഞ പോലെ തന്നെ കേരളത്തിലെ പല ഫിലിം സൊസൈറ്റികൾ ഇവരെല്ലാം ഇതിനോട് ചേർന്ന് നിന്നുകൊണ്ട് സിനിമയെ കാണാനും മറ്റേ ആളെത്തിച്ചുകൊണ്ട് തിയേറ്ററിലേക്ക് ആളെത്തിച്ചുകൊണ്ട് മറ്റ് സിനിമ ആളുകളെ കാണിക്കാനുള്ള അങ്ങനത്തെ ഒരു എഫേർട്ടുകളൊക്കെ ഉണ്ടായി. എനിക്ക് തോന്നുന്നു ഈ ഇത്തരത്തിലുള്ള സിനിമ ഒപ്പം തന്നെ നേരത്തെ ഉണ്ണികൃഷ്ണൻ പറഞ്ഞൊരു വിഷയം ഉണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു സിനിമാ സംഘടനകൾ അടക്കമുള്ള ആളുകൾ ഈ സിനിമയെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാനും ആളിലേക്ക് എത്തിക്കാനും വേണ്ടി ഇടപെടൽ നടത്തണം. പറഞ്ഞ പോലെ തന്നെ ഇതൊരു സാമ്പത്തികമായ നേട്ടം ലക്ഷ്യം വെച്ചിട്ടുള്ള സിനിമകളല്ല. അപ്പോൾ അത്തരത്തിലുള്ള സിനിമകളെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി സിനിമയ്ക്കകത്തുള്ള സംഘടനകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചോദ്യം കൂടി ഇതിനകത്തുണ്ട്. നേരത്തെ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പറഞ്ഞൊരു വിഷയം ഉണ്ടായിരുന്നു, സിനിമ കണ്ട ഞങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. ഈ സിനിമ എനിക്ക് തോന്നുന്നു കൂടുതൽ ആളുകൾക്ക് എത്തിയ പ്രധാനപ്പെട്ട പ്ലാറ്റ്ഫോം സോഷ്യൽ മീഡിയ ആയിരുന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ആളുകൾ സിനിമയെ കാണുകയും കണ്ട ആളുകൾ സിനിമയെക്കുറിച്ച് പറയുകയും പിന്നെ വീണ്ടും വീണ്ടും സംസാരിക്കുക. അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിയിട്ടാണ് ആദ്യ ദിവസം 5 ആളുണ്ടായിരുന്ന തിയേറ്ററിൽ അടുത്ത ദിവസം അതിൽ കൂടുതൽ ആളുകൾ വരികയും എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം പയ്യന്നൂർ തിയേറ്ററിലൊക്കെ സിനിമ കളിക്കുമ്പോൾ അവർ ഷോ ഉണ്ടായിരുന്നില്ല. ഷോ അവർ അവിടുത്തെ ഫിലിം സൊസൈറ്റി ഇടപെട്ട് ഷോ നടത്തി ആളുകൾ കൊണ്ടുവരുമ്പോൾ 100-ലധികം ആളുകൾ വരികയാണ്. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഒരു ഫിലിം സൊസൈറ്റികളുടെ വലിയൊരു ഇടപെടലുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ സോഷ്യൽ മീഡിയയുടെ വലിയൊരു ഇടപെടലുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ കാരണം സർക്കാർ ചെയ്യുന്ന വെച്ചാൽ മറ്റ് സിനിമകൾ കോടികൾ ചിലവാക്കിയിട്ടാണ് പ്രൊമോഷൻ നടത്തുന്നത്. എനിക്ക് തോന്നുന്നു സിനിമയ്ക്ക് വേണ്ടി ആകെ മാറ്റിവെച്ച പൈസ 40 ലക്ഷം രൂപ മറ്റാണ് എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ. അപ്പോൾ അത്രയും ചെറിയൊരു പൈസയ്ക്കാണ് ഇവർ പ്രൊമോട്ട് ചെയ്യുന്നതെന്നുള്ളതുകൊണ്ട് തന്നെ മറ്റ് സിനിമകളുടെ ഒപ്പത്തിലേക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ഇതിനകത്തൊരു വിമർശനമായിട്ട് ഞാൻ സിനിമ മേഖലയിലേക്ക് വെക്കുന്നൊരു വിമർശനം എന്താ വെച്ചാൽ, ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ അടക്കമുള്ള ആളുകൾ പറയുന്നുണ്ടായിരുന്നു, ഉണ്ണികൃഷ്ണൻ സാറ് മാത്രമാണ് പറഞ്ഞത് സിനിമ കണ്ടു നന്നായി എന്ന് പബ്ലിക് സ്പേസിൽ ഒരു ചാനൽ പറഞ്ഞ് ഞാൻ കണ്ടത്. ബാക്കി പക്ഷേ ഈ കണ്ട് ഇഷ്ടപ്പെട്ട ആളുകൾ ഈ സിനിമ മറ്റേ അവരെ സോഷ്യൽ മീഡിയ, കാരണം അവർക്ക് വലിയ ഫോളോവേഴ്സ് ഉള്ള സോഷ്യൽ മീഡിയയാണ്. ഈ സിനിമയ്ക്കകത്തുള്ള പ്രധാനപ്പെട്ട ആളുകൾ ഞാൻ ഈ സിനിമ കണ്ടിരുന്നു, നല്ല സിനിമയാണ്, നിങ്ങൾ കാണണം എന്ന് സിനിമയിലെ പ്രധാനപ്പെട്ട ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗമായി 4 ആളുകൾ കൂടുതൽ സിനിമ കാണായിരുന്നു. അപ്പോൾ അത്തരത്തിലൊരു മറ്റേ ഈ പറയുന്ന സാധനത്തിനകത്തേക്കുള്ള ഒരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അങ്ങനെ കൂടി സിനിമയെ പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം സിനിമാ മേഖലയ്ക്കുണ്ട്. ഒപ്പം തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ സിനിമ സർക്കാർ ഉണ്ടാക്കിയ സിനിമ എനിക്ക് തോന്നുന്നു നേരത്തെ ശ്രുതി പറഞ്ഞ പോലെ തന്നെ ഈ സർക്കാർ ഇത്തരത്തിലുള്ള ഇടപെടൽ നടത്തിയുകൊണ്ട് മാത്രമായിരിക്കും ഇത്തരത്തിൽ വളരെ ബോൾഡായ കണ്ടന്റുള്ള സിനിമ വരുന്നത്. അല്ലെങ്കിൽ മറ്റിടപെടലുകളൊക്കെ സിനിമയ്ക്ക് ഉണ്ടാവുകയും ഈ ഒരു രൂപത്തിലേക്ക് സിനിമ വരാൻ ഒരു സാധ്യതയില്ല നിലവിൽ നമ്മുടെ ഒരു സാഹചര്യത്തിനകത്ത്. തീർച്ചയായും നിതിൻ, ശ്രുതി, ഈ നിതിൻ ചൂണ്ടിക്കാണിച്ച ഒരു വിമർശനമുണ്ട്. അതായത് ഇപ്പോൾ വലിയ താരമൂല്യം എന്നുള്ള ബിഗ് ബജറ്റ് മൂവിയൊന്നും അല്ലെങ്കിൽ പോലും ഇതിൽ വളരെ പ്രശസ്തരായ താരങ്ങൾ ഭാഗമായിട്ടുള്ളൊരു സിനിമ തന്നെയാണ്. രമ്യ നമ്പീശൻ, അനാർക്കലി, മരക്കാർ തുടങ്ങി നമ്മൾ കണ്ടു പരിചയമുള്ള പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഫോളോവേഴ്സ് ഉള്ള നായികമാർ ഇതിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട്. അപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഇപ്പോൾ ഈ നിധിൻ സൂചിപ്പിച്ചതുപോലുള്ള പ്രൊമോഷൻസ് ഉണ്ടായിട്ടില്ല, അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു തോന്നൽ. ഞാൻ ഉദ്ദേശിച്ചത് സിനിമയുടെ ഭാഗമായ ആളുകളെ കുറിച്ചല്ല, ഞാൻ പറഞ്ഞത് മറ്റ് സിനിമാ സംഘടന നിൽക്കുന്ന സിനിമ ഫെറ്റേന്റെ ആളുകളെ കുറിച്ചാണ്. ഈ സിനിമയുടെ ഭാഗമായ ആളുകൾ ഇതിനെ നന്നായി പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിന് പുറത്തുള്ള ആളുകൾക്കെതിരെയാണ് വിമർശനം വെച്ചത്. അങ്ങനെയെങ്കിൽ തന്നെ അപ്പോൾ ഈ മറ്റുള്ള സിനിമാ മേഖലയിൽ നിന്ന് തന്നെയുള്ള ആളുകളുടെ ഭാഗത്തു നിന്ന് ഇതിനൊരു പ്രൊമോഷൻ, ഒരു കൈത്താങ് ഉണ്ടായില്ല എന്ന് തോന്നുന്നുണ്ടോ? സിനിമാ മേഖലയിലുള്ള ആളുകൾ അറിഞ്ഞിട്ടില്ല ഇങ്ങനൊരു സിനിമയുള്ളതിനെ കുറിച്ച്. അറിഞ്ഞാലല്ലേ അവർക്കത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്കാണെങ്കിൽ അത്തരത്തിലുള്ള കണക്ഷൻസൊക്കെ ബന്ധങ്ങൾ വളരെ കുറവുള്ള ഒരാളാണ്. ഈ സിനിമയിലെ നായികമാരായിട്ടുള്ള രമ്യ നമ്പീശനും അനാർക്കലി മരക്കാറും വളരെയധികം ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ മറ്റ് പുതുമുഖ നായികമാർ ഒരുപാട് പേരുണ്ട്, അശ്വതി, റേന,
പിന്നെ അതുപോലെ കൃഷാക്കുറുപ്പ്, സെറിൻ ഷിഹാബ്, അവരെല്ലാവരും ഇതിൻ്റെ എല്ലാ പ്രൊമോഷണൽ പരിപാടികളിലും പങ്കെടുത്തിട്ടുണ്ട്. ഒരാൾക്ക് ഒഴിവില്ലെങ്കിൽ മറ്റേയാൾ വരും. അങ്ങനെ മത്സരിച്ച് തന്നെ ഇതിൻ്റെ പ്രൊമോഷൻ പരിപാടികളുടെ ഭാഗമായിട്ട് കൂടെ നിന്നിട്ടുണ്ട്. ഈ പറയുന്ന വ്യക്തികൾ അവർക്ക് പരിചയമുള്ള ആളുകളോട് സംസാരിച്ച് നിങ്ങൾ ഷെയർ ചെയ്യണം, അതായത് സിനിമാ മേഖലയിൽ തന്നെയുള്ള ആളുകളോട് സംസാരിച്ചിട്ട് നിങ്ങളിത് ഷെയർ ചെയ്യണം, ഇതിനെക്കുറിച്ച് ആളുകളിലേക്ക് എത്തിക്കണം എന്നൊക്കെ പറഞ്ഞ് ആ രീതിയിലും ഈ സിനിമ കുറച്ച് മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പം സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ഞങ്ങൾ വളരെയധികം അഗ്രസീവായിട്ട് തന്നെ ഞാനും എൻ്റെ ടീം അംഗങ്ങളും അഗ്രസീവായിട്ട് തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു. അത് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. കാരണം ഒരു സംവിധായിക എന്നുള്ള നിലയിൽ അതെൻ്റെ ചുമതല കൂടിയാണ്, അതെനിക്ക് ചെയ്യാനും പറ്റും. അത് നമ്മൾ വൃത്തിയായിട്ട് തന്നെ ചെയ്തിരുന്നു. അത് എൻ്റെ എല്ലാ ടീം അംഗങ്ങളും അതിനോട് ഒപ്പം നിന്നിട്ടുണ്ട്. വളരെയധികം ഇൻ്റർവ്യൂസൊക്കെ നിങ്ങൾ എടുത്തു നോക്കിയാൽ കാണാം. ഇവരെല്ലാവരും, രമ്യ ആണെങ്കിലും അനാർക്കലി ആണെങ്കിലും മറ്റ് പുതുമുഖ നായികമാരാണെങ്കിലും എല്ലാവരും ഇൻ്റർവ്യൂസിന് വന്നിട്ടുണ്ട്. ടെക്നിക്കൽ ടീമിലെ അംഗങ്ങളും ഇൻ്റർവ്യൂസിന് വന്നിട്ടുണ്ട്. നമ്മൾ എല്ലാ ചാനലുകളിലും, എല്ലാ പ്രിൻറ്റ്, TV, അതുപോലെ സോഷ്യൽ മീഡിയ, യൂട്യൂബ്, എല്ലാ ചാനലുകൾക്കും നമ്മൾ ഇൻ്റർവ്യൂസ് കൊടുത്തിട്ടുണ്ട്. എല്ലാ രീതിയിലും അത് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഇവിടെ ഒരു വിഭാഗമുണ്ട്, ഈ സോഷ്യൽ മീഡിയയിൽ ഒന്നും പെടാത്ത, ഇപ്പോഴും പോസ്റ്റുകൾ മാത്രം കണ്ടുപോകുന്ന ഒരു വിഭാഗമുണ്ട് സിനിമയ്ക്ക് പോകുന്നവർ. അപ്പോൾ അങ്ങനെയുള്ളവരിലേക്ക് എത്രത്തോളം ഇത് എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഇപ്പോൾ കുടുംബശ്രീ പ്രവർത്തകർ, അങ്ങനെയുള്ള ആളുകളൊക്കെ ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ജെൻഡർ പാർക്കൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉള്ള ക്യാമ്പയിനൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഒരു പക്ഷേ അത് സിനിമയ്ക്കും ഗുണം ചെയ്യും, അത് അവർക്കും ഗുണം ചെയ്യും. ബിക്കോസ് ഈ സിനിമ പറഞ്ഞു വയ്ക്കുന്ന ഒരു ആദർശം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇത് കൃത്യമായിട്ടുള്ള സ്ത്രീപക്ഷ രാഷ്ട്രീയം അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ബോഡി പൊളിറ്റിക്സ് പറയുന്ന സിനിമയാണ്. അപ്പോൾ അത് എത്തേണ്ട ഒരു പോക്കറ്റ് ഓഫ് സൊസൈറ്റി ഉണ്ട്. അപ്പോൾ അവരിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ, കുറച്ചുകൂടെ ജനകീയമായിട്ടുള്ള ഇടപെടലുകൾ നമ്മൾ നടത്തേണ്ടി വരും. കുടുംബശ്രീ പോലുള്ള പദ്ധതികളുമായിട്ട് കൂടിച്ചേർന്നിട്ടോ അങ്ങനെയൊക്കെ നടത്തേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് ഇനിയും സ്പേസ് ഉണ്ട്, ടൈം ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ചെയ്യാനുള്ള ഇനീഷ്യേറ്റീവ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നേരത്തെ നിതിൻ പറഞ്ഞതുപോലെ ഇതൊരു തുടക്കത്തിലുള്ള പദ്ധതിയാണ്. കഴിഞ്ഞ 2 വർഷമേ ആയിട്ടുള്ളൂ ഇത്തരത്തിലുള്ള ഒരു പദ്ധതി തുടങ്ങിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബാലാരിഷ്ടതകൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇത് ഹാൻഡിൽ ചെയ്യുന്ന വ്യക്തികളും അത് പഠിച്ചു വരുന്നതേ ഉള്ളൂ, ഇതിൻ്റെ പ്രോസസ്സിങ് എങ്ങനെയാണെന്നുള്ളതൊക്കെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിരിക്കും ഈ ഇത്തരത്തിൽ വന്ന ഡിലേകളൊക്കെ എന്ന് വിശ്വസിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അത് ഇനി കറക്റ്റ് ചെയ്യപ്പെടും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ശരിയാണ്. ശ്രീമതി സംഗീത, ഇപ്പോൾ ഈ ചിത്രത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ, അതായത് ചലച്ചിത്ര സംവിധായകനായിട്ടുള്ള ബി ഉണ്ണികൃഷ്ണൻ നേരത്തെ പറഞ്ഞിരുന്നു, അതായത് പല തിയേറ്ററുകളല്ല, എല്ലാ തിയേറ്ററുകളും സാമ്പത്തിക ലാഭേച്ഛ മാത്രമേ സിനിമകളെ സമീപിക്കുകയുള്ളൂ. അതിൽ അവരെ കുറ്റം പറയാനും നമുക്ക് സാധിക്കുകയില്ല. പക്ഷേ ഇത്തരത്തിൽ സ്ത്രീകൾ നട്ടല്ലായി നിന്നുകൊണ്ടുള്ള ചിത്രങ്ങൾ വരുമ്പോൾ പൊതുവെ ഒരു പിന്നോക്കം വലിക്കുന്ന ഒരു സമൂഹ സ്ഥിതി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതായത് ഈ തിയേറ്ററുകൾ ഉടമകളുടെ ഭാഗത്തു നിന്ന് പോലും ഉണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അതുകൊണ്ടാണ്, അതായത് ഈ തിയേറ്ററുകളിൽ നിലനിർത്തിക്കൊണ്ട് ഇതിന് ആള് വരുന്നുണ്ടോ, മികച്ച പ്രശംസ നേടുന്നുണ്ടോ എന്നുള്ള ആ ഒരു കാത്തിരിപ്പിന് പോലുമുള്ള ഒരു സമയം ഈ ചിത്രത്തിന് കിട്ടി എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അത് പലതരത്തിൽ കാണേണ്ടതുണ്ട്. കാഴ്ചക്കാരുടെ തന്നെ സ്ത്രീ വിരുദ്ധത, എന്താ പറയാ, നിരൂപകർ ഇതിനെ സമീപിച്ച രീതി, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. തിയേറ്റർ ഉടമകളെ പൂർണ്ണമായി നമുക്ക് കുറ്റപ്പെടുത്താനൊന്നും പറ്റില്ല. കാരണം അവര് ഇത് ലാഭം ചെയ്യുന്ന ഒരു ബിസിനസ് തന്നെയാണല്ലോ. അപ്പൊ അതിന്റെ സാധ്യതകൾ അവരെ സ്വാധീനിക്കുന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ അതേസമയം തന്നെ ഇതിൽ പോസിറ്റീവായി ഇടപെട്ടിട്ടുള്ള ആളുകളുണ്ട്. ഇപ്പോ ശ്രുതിക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. ഞങ്ങളിപ്പോ അടുത്ത ദിവസം പങ്കെടുത്തേണ്ടായിരുന്നുള്ളൂ. പെരിന്തൽമണ്ണയിലെ വിസ്മയ തിയേറ്ററിൽ കുറെ ദിവസമായി തന്നെ ഈ സിനിമ ഫിലിം സൊസൈറ്റിയുടെ കൂടി മുൻകൈയോടുകൂടി ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കേവലം ലാഭേച്ഛ ഇച്ഛിച്ചുകൊണ്ടല്ല, അങ്ങനെ ചെയ്യുന്ന ആളുകളും ഉണ്ട് ഒരു വശത്ത്. പക്ഷെ അതേസമയം തന്നെ നമ്മുടെ സമൂഹത്തിൽ ഇത്തരം ഒരു സിനിമയോട്, കൂടുതലും സ്ത്രീകൾ പ്രവർത്തിക്കുന്ന ഒരു സിനിമയോടുള്ള വിയോജിപ്പുള്ള ആളുകളും ഉണ്ട്. എല്ലാ ആളുകളും ഒരേ തരത്തിലുള്ള ആളുകളല്ലല്ലോ സമൂഹത്തിലുള്ളത്. അപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ചില കേന്ദ്രങ്ങളിൽ നിന്നെങ്കിലും അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നതായിട്ട് എന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടായിരുന്നു. ഇതൊരു എന്താ പറയാ, സ്ത്രീകൾ മാത്രമുള്ള ഒരു സിനിമ ആയതുകൊണ്ട് കാണാൻ പോവേണ്ടതുണ്ടോ എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ, അതുപോലെ തന്നെ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തെ അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ട് ഒക്കെ പല കോണുകളിലും കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ സമൂഹം ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയാണ്. അതിന്റെ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും പ്രതിഫലിക്കുമല്ലോ. എങ്കിൽ പോലും വലിയൊരു ഭാഗം ഈ സിനിമയെ ഏറ്റെടുത്തിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിട്ടുള്ള 2 സിനിമകളും ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് നിഷിദ്ധവും ഡിവോഴ്സും ഒക്കെ നല്ല സിനിമകളായിരുന്നു. നിഷിദ്ധമൊക്കെ തീർച്ചയായിട്ടും വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള വിഷയങ്ങൾ ചെയ്യുന്ന സിനിമകൾ തന്നെയായിരുന്നു. പക്ഷെ വേണ്ടത്ര ശ്രദ്ധിക്കാൻ പെട്ടിട്ടുണ്ടായിരുന്നില്ല. അത് പദ്ധതിയുടെ ആദ്യത്തെ ഘട്ടം എന്നുള്ള നിലയ്ക്ക്
തീർച്ചയായിട്ടും KSFDCക്ക് അത് വേണ്ട വിധത്തിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ അതിന് കുറച്ചുകൂടി മെച്ചപ്പെട്ട ശ്രദ്ധ തീർച്ചയായിട്ടും ഈ സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അതിന്റെ കണ്ടന്റ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. വ്യക്തമായി തന്നെ ശരീരത്തിന്റെ ഒരു രാഷ്ട്രീയം ഈ സിനിമ മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് മുദ്രാവാക്യ വ്യക്തമായ ബോഡി പൊളിറ്റിക്സ് ഈ സിനിമയിൽ ഉണ്ടായിരുന്നിട്ട് കൂടി അത് പലർക്കും അംഗീകരിക്കാൻ കഴിയാതെ പോയ സാഹചര്യം എന്തായിരിക്കും എന്നുള്ളതാണ് സംഗീതയ്ക്ക് തോന്നുന്നത്. നമുക്കറിയാലോ, ഈ ശരീരം എന്ന് പറയുന്നത്, സ്ത്രീയുടെ ശരീരം എന്ന് പറയുന്നത് തന്നെ ഒരു അധികാരത്തിന്റെ ഉപകരണമായിട്ടാണ് പൊതുവെ പ്രവർത്തിക്കുന്നത്. സാമൂഹ്യ അധികാരം അതിനെ നോക്കുന്ന രീതി പ്രശ്നവൽക്കരിക്കേണ്ടത് തന്നെയാണ്. ഇത് ഇപ്പോഴത്തെ ചരിത്രമൊന്നുമല്ല. ഒരു BC 4-ാം നൂറ്റാണ്ട് തൊട്ട് തന്നെ സ്ത്രീകളുടെ മാറിടത്തിനെ സംബന്ധിച്ചിട്ടുള്ള അതിനൊരു ഇറോട്ടിക് സിംബലായിട്ട് ചിത്രീകരിച്ചുകൊണ്ടുള്ള ധാരാളം ശില്പങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു തുടർച്ച നമ്മുടെ കൾച്ചറൽ ഹിസ്റ്ററിയിൽ നമുക്ക് കാണാൻ പറ്റും. സ്ത്രീയുടെ അവയവമാണ് എങ്കിൽ പോലും അതൊരു സെക്കൻഡറി സെക്ഷൽ ഓർഗൻ ആണ്. പക്ഷെ പ്രൈമറി സെക്ഷൽ ഓർഗനേക്കാളും കൂടുതൽ ഒരു പക്ഷെ ഇറോട്ടിസിസത്തിന്റെ ഒരു ഇരിപ്പിടമായിട്ട് സ്ത്രീയുടെ ബ്രസ്റ്റിനെ കാണുന്ന ഒരു സംസ്കാരം നമുക്കുണ്ട്. അവയവ സ്ത്രീയുടേതാണെങ്കിലും അതിന്റെ ഒരു എന്താ പറയാ, മറ്റ് കാര്യങ്ങളെ നിർണ്ണയിക്കുന്നത്, അതിന്റെ ഒരു ഇമേജിനെ നിർണ്ണയിക്കുന്നത് പുറത്തു നിൽക്കുന്ന സമൂഹമാണ്. പാർട്ട്ണർ ആയാലും അല്ലെങ്കിൽ അതിന് പുറത്തുള്ള മറ്റാളുകളായാലും ഒക്കെ. അപ്പൊ ഇങ്ങനെ ഒരു വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ ഇത് ടാബു ആയിട്ടുള്ള ഒരു വിഷയമാണ് എന്ന് കരുതുന്ന വലിയൊരു വിഭാഗം സമൂഹത്തിൽ ഇപ്പോഴും ബാക്കിയുണ്ടാവാം. ലിബറലായ പുരോഗമന ചിന്താഗതിക്കാരായ സമൂഹം ഈ ചിത്രത്തിനെ വളരെ നന്നായിട്ട് തന്നെയാണ് ആക്സെപ്റ്റ് ചെയ്തത്. പല സ്ഥലങ്ങളിൽ നിന്നും ഇപ്പോ പെരിന്തൽമണ്ണയിലെ ഷോ കാണാൻ പോയ സമയത്ത് തൃശ്ശൂരിൽ നിന്നൊക്കെ ആളുകൾ കേട്ടറിഞ്ഞ് തീർച്ചയായും ഒരുപാട് ആളുകൾ കാണാൻ ആഗ്രഹിക്കുന്ന ചിത്രമാണ്. വലിയൊരു പൊളിച്ചെഴുത്ത് തന്നെ നടത്തിയിട്ടുള്ള ചിത്രമാണ്. ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ ഇനിയും ഉണ്ടാകും. പക്ഷേ ആ ചിത്രങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ ഇനിയിപ്പോൾ ഈ സംവിധാനങ്ങളിൽ എന്തൊക്കെ മാറ്റമാണ് വരേണ്ടത് എന്നാണ് നിധിൻ കരുതുന്നത്? അല്ല, എനിക്കിതിനകത്ത് തോന്നുവെച്ചാൽ ഒരു സർക്കാർ മുന്നോട്ട് വെച്ച പദ്ധതി എന്ന നിലയിൽ എനിക്ക് തോന്നുന്നു സർക്കാർ തന്നെ അടുത്ത വരും ഘട്ടങ്ങളിൽ കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിൽ ഇടപെടലുണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ആദ്യ 2 സിനിമകളേക്കാളും കുറച്ച് മെച്ചപ്പെട്ട രീതിയിൽ സിനിമ വിതരണം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് തോന്നുന്നു. കുറച്ചും കൂടി തിയേറ്ററുകൾ ചെറിയ സംഖ്യകളിൽ കൂടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിനപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നു മറ്റേ നേരത്തെ ഇപ്പോൾ ഉണ്ണികൃഷ്ണക്ക് മുന്നോട്ട് വെച്ച ഈ സിനിമയോട് ഒരു പിന്തുണയ്ക്കുന്ന ഒരു സമീപത്തിൽ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഫിലിം ഫ്രട്ടേണിറ്റി എന്ന് പറഞ്ഞ അല്ലെങ്കിൽ സിനിമാ സംഘടനകൾ അവരെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് തന്നെ ഇത്തരം സിനിമകളെ സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. കാരണം നമുക്ക് അറിയാലോ, ഇപ്പോൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സും മറ്റേ പ്രൊഡ്യൂസേഴ്സും ഒക്കെ അടങ്ങുന്ന മറ്റ് സംഘടനകളാണല്ലോ നമുക്കിവിടെ ഉള്ളത് കേരളത്തിലുള്ള. അപ്പോൾ ഇവരെല്ലാവരും കൂടി ആലോചിച്ചുകൊണ്ട് കൂട്ടായി തന്നെ ഇത്തരത്തിലുള്ള സിനിമകളെ എങ്ങനെ പിന്തുണയ്ക്കാം, സപ്പോർട്ട് ചെയ്യാം എന്നുള്ള രൂപത്തിൽ ഒരു വലിയ രൂപത്തിലുള്ള ഒരു ആലോചനയും അതിനെ കൃത്യമായി നടപ്പിലാക്കുകയും ചെയ്യുന്ന രൂപത്തിൽ തന്നെ ഇതിൽ ഇടപെടലുകൾ ആവശ്യമാണ്. എന്നാൽ മാത്രമായിരിക്കും പോലെ തന്നെ സിനിമാ സംഘടനകളുടെ ഭാഗത്തു നിന്നുള്ള ഒരു പിന്തുണ വേണം. അതോടൊപ്പം തന്നെ ശ്രുതി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ OTT-യിലേക്ക് കൂടി എത്തിക്കാനുള്ള ശ്രമങ്ങൾ വേണം. അതോടൊപ്പം ഈ കുടുംബശ്രീ അടക്കമുള്ള സംഘടനകളുമായി ചേർന്ന് നിന്നുകൊണ്ട് ഒരുപാട് സ്ത്രീകളിലേക്ക് ഈ ചിത്രം എത്തിക്കാനുള്ള ഒരു നടപടി, അത് ഇനിയും സമയം വൈകിട്ടില്ല എന്നാണ് ശ്രുതി സംവിധായകൻ പറയുന്നത്. ശരിയാണ്. ആ ഒരു കടമ്പയിലേക്ക് കൂടി, ആ ഒരു ഉദ്യമത്തിലേക്ക് കൂടി നമ്മൾ എത്രയും പെട്ടെന്ന് കടക്കേണ്ടതുണ്ട്. അപ്പോൾ സർക്കാർ സംവിധാനങ്ങൾ അതിന് സഹായകമായിക്കൊണ്ട് ഒപ്പം നിൽക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് ഈ ഒരു ചർച്ച നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ അവസാനിപ്പിക്കേണ്ടി വന്നിരിക്കുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത സംവിധായിക ശ്രുതി ശരണ്യം, അതേപോലെ തന്നെ നിരൂപകൻ നിധിൻ, അതോടൊപ്പം തന്നെ സംഗീത ചേനമ്പുള്ളി, 3 പേർക്കും ഒരുപാട് നന്ദി. മറ്റ് വാർത്തയിലേക്ക് പോവുകയാണ്. പോലീസിലെ ഇന്ധനക്ഷാമത്തിന്റെ നേർചിത്രമായി നീണ്ട ക്യൂ. പേരൂർക്കട ASP ക്യാമ്പിലെ പമ്പിന് മുന്നിൽ മണിക്കൂറുകളോളം കാത്തുകിടന്ന പോലീസ് വാഹനങ്ങൾ. പ്രതിസന്ധിക്ക് ശേഷം പമ്പിൽ ഇന്ധനം എത്തിയപ്പോഴായിരുന്നു നീണ്ട ക്യൂവിന്റെ കാഴ്ച. ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. ഇന്ധന പ്രതിസന്ധിയെ തുടർന്ന് വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് സ്റ്റേഷനുകൾ വെട്ടിക്കുറച്ചിരുന്നു. SHOമാർ സ്വന്തം നിലയ്ക്ക് ഇന്ധനം നിറയ്ക്കണമെന്നതായിരുന്നു ഉന്നതതല നിർദ്ദേശം.
വി വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, നമ്മുടെ സിസ്റ്റത്തിന്റെ സംവിധാനത്തിന്റെ ഒക്കെ പാളിച്ചയുടെ ഒരു നേർ ചിത്രമാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് എത്രയും പെട്ടെന്ന് ഓരോ സ്ഥലങ്ങളിലും ജനങ്ങൾക്ക് നീതി ലഭ്യമാക്കാനായി ഓടിയെത്തേണ്ട വാഹനങ്ങളാണ് ഇത്തരത്തിൽ ഇന്ധനമില്ലാതെ വഴിയിൽ കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ സ്റ്റേഷനിൽ കിടക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇത് പലതവണ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ്. എന്തായാലും ഇപ്പോൾ ഇന്ധനം എത്തിയപ്പോൾ വാഹനത്തിൽ ഇന്ധനം നിറയ്ക്കാൻ വേണ്ടി പോലീസ് വാഹനങ്ങൾ നിരത്തിയിട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടാകുന്നത്. ഏറെ വിമർശനങ്ങൾ ഉണ്ടായ ഒരു വിഷയമാണ്. ഇപ്പോൾ ഈ ഇന്ധനം എത്തിക്കുന്ന നടപടികളിലേക്ക് അടക്കം കടന്നത്. ഇതുമായി ഇപ്പോൾ എങ്ങനെ വിശദീകരണങ്ങൾ വരുന്നു? സമീപകാലത്ത് പോലീസ് നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയാണ് ഈ ഇന്ധനക്ഷാമം. അതായത് എണ്ണ കമ്പനികൾക്ക് വലിയ തുക കുടിശ്ശികയായി വരുമ്പോൾ അവർ ഇന്ധനം വിതരണം ചെയ്യുന്നത് നിർത്തിവെക്കുന്നു. തുടർന്ന് പോലീസ് ആസ്ഥാനത്ത് നിന്ന് പല കുറിയാണ് ജില്ലാ പോലീസ് മേധാവിമാർക്കുള്ള നിർദ്ദേശം. അതായത് SHOമാർ, അതത് സ്റ്റേഷനിലെ SHOമാർ സ്വന്തം കയ്യിൽ നിന്നുള്ള പണം നൽകി ഇന്ധനം അടയ്ക്കണം, അല്ലെങ്കിൽ കടം പറഞ്ഞ് ഇന്ധനം വാങ്ങുക. പിന്നീട് ഈ ബില്ല് നൽകുന്ന മുറയ്ക്ക്, അത് സബ്മിറ്റ് ചെയ്യുന്ന മുറയ്ക്ക് ഈ തുക പോലീസ് ആസ്ഥാനത്ത് നിന്ന് അനുവദിക്കുന്ന, അല്ലെങ്കിൽ പോലീസ് ആസ്ഥാനത്ത് നിന്ന് നൽകുന്ന തുകകൾ അതത് ജില്ലാ പോലീസ് മേധാവിമാരോ ACPമാരോ നൽകുന്ന തരത്തിലുള്ള ഒരു ക്രമീകരണം ഏർപ്പെടുത്തുന്നത്. പക്ഷേ പല കുറിയായി പോലീസിന് ഇങ്ങനെ ഇന്ധനമില്ലാതെ സ്റ്റേഷനിലെ സേവനങ്ങൾ നിർത്തിവെക്കേണ്ട അവസ്ഥയുണ്ട്. രാത്രികാല പട്രോളിംഗ് ഉൾപ്പെടെ നിർത്തിവെച്ചുകൊണ്ടുള്ള നടപടികൾ, കേസന്വേഷണത്തിന്റെ ഭാഗമായി ഇങ്ങനെ വാഹനം ഉപയോഗിക്കാതെ കേസുകളുമായി ബന്ധപ്പെട്ട നടപടികൾക്ക് പരമാവധി ഓട്ടങ്ങൾ ഒഴിവാക്കിക്കൊണ്ട്, അങ്ങനെയുള്ള സർവീസുകൾ ഒഴിവാക്കിക്കൊണ്ടുള്ള നടപടിയിലേക്ക് പോലീസ് പോകേണ്ട ഒരു പ്രതിസന്ധി. കാരണം കയ്യിൽ നിന്ന് കടം വാങ്ങി എത്ര നാൾ എണ്ണയടിക്കേണ്ടി വരും എന്നതാണ് പ്രധാനമായും ഉദ്യോഗസ്ഥർ ചോദിക്കുന്ന ചോദ്യം. മറ്റൊന്ന്, ഈ പമ്പുകളിൽ ചെന്നൊക്കെയും കടം പറയുന്നതിന്റെ പ്രയാസം. കയ്യിൽ പണമില്ലെങ്കിൽ കടം പറയേണ്ടി വരും. അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥർ ചെന്ന് പമ്പുകളിൽ കടം ചോദിക്കുന്നതിന്റെ ഒരു ഔചിത്യ കുറവ്. കാരണം കടം വാങ്ങിയാൽ പിന്നീട് അവർ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും സ്വാധീനവുമായൊക്കെയും വന്നാൽ അതിന് വഴിപ്പെട്ട് കൊടുക്കേണ്ടി വരുമെന്നുള്ള കാര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസുകാർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ തിരുവനന്തപുരം റൂറൽ മേഖലയിൽ ഇന്ധനക്ഷാമം ഉണ്ടായിരുന്നു. ഇന്ധനം വന്നത് അറിയിച്ചതിനെ തുടർന്ന് ഇവിടങ്ങളിലെ ജീപ്പുകളെല്ലാം ഒരുമിച്ച് കഴിഞ്ഞ ദിവസം പേരൂർക്കടയിലെ SAP ക്യാമ്പിന് സമീപത്തെ പമ്പിലേക്ക്, പോലീസിന്റെ നിയന്ത്രണത്തിലുള്ള, അല്ലെങ്കിൽ അവിടെ പോലീസിന് ഇന്ധനം നൽകുന്ന ഈ പമ്പിലേക്ക് കൂട്ടത്തോടെ വരികയായിരുന്നു. ആ ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. നിരനിരയായി വാഹനങ്ങൾ മണിക്കൂറുകളോളം നിന്ന് ഇന്ധനം നിറച്ച് പോകേണ്ട ഒരു സാഹചര്യം. ഇത് ആദ്യമായി സംഭവിക്കുന്നതല്ല, പല കുറിയാകുന്നു പോലീസിന്. അത് സർക്കാരുമായി ബന്ധപ്പെടുമ്പോൾ പോലീസിന് ലഭിക്കുന്ന മറുപടി, ബജറ്റിൽ നീക്കിയിരിക്കുന്ന തുകയേക്കാൾ കൂടുതൽ തുകയിലേക്ക് ചെലവ് പോകുന്നത് കൊണ്ട് ഇന്ധനത്തിന് കൂടുതൽ തുക അനുവദിക്കാൻ കഴിയില്ല എന്നൊരു മറുപടി ധനവകുപ്പിൽ നിന്ന് വരുന്നുവെന്ന കാര്യമാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്നത്. ഏതായിരുന്നാലും ഈ ഒരു ദൃശ്യത്തിൽ തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്. നമ്മുടെ നാട്ടിൽ നീതിന്യായ വ്യവസ്ഥ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കേണ്ട പോലീസ് എത്രമാത്രം ഇങ്ങനെ ഇന്ധനമില്ലാത്തതിന്റെ പേരിൽ പ്രതിസന്ധി നേരിടുന്നു എന്നതിന്റെ ഒരു നേർസാക്ഷ്യം കൂടിയാണ് ഈ ദൃശ്യങ്ങൾ. തീർച്ചയായും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെയും ലഹരി വിരുദ്ധ കർമ്മസേനാ മേധാവികളുടെ ആദ്യ ദേശീയ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ് അമിത്ഷാ. सबको साथ लेकर लड़ने के लिए मन बनाए और सभी के जिम्मे जो दायित्व है इसका 100% दायित्व के निर्वहन का मूड बनाए. मित्रों, आज जब यहाँ पर है तब एक बेस जोन रूलिंग ट्रॉफी का भी अभी दिल्ली को दिया गया. मैं दिल्ली जोन के सभी काम करने वाले हमारे साथियों को बहुत बहुत बधाई और साधुवाद देना चाहता हूं. और मैं मानता हूं कि ये तंदुरुस्त स्पर्धा ट्रॉफी हासिल करने की हमारे लक्ष्य की और हमें बहुत तेजी से ले जाएगी. अवैध खेती के पहचान के लिए भी एक ऐप को आज यहां पर सार्वजनिक किया गया. एनसीबी की वार्षिक रिपोर्ट को भी सार्वजनिक किया गया और इसके साथ साथ इंदौर के क्षेत्रीय कार्यालय का भी उद्घाटन हुआ है. ये सारे कदम कहीं न कहीं किसी न किसी प्रकार से नारकोटिक्स के खिलाफ हमारी लड़ाई को गति देने वाले कदम हैं. मित्रों, नारकोटिक्स का उपयोग हम सब जानते हैं, आने वाली पीढ़ियों को खोखला नारकोटिक्स कर देता है. आने वाली पीढ़ियां हमारे देश के विकास की नींव होती है. अगर देश के विकास की नींव ही खोखली हो तो इस पर एक मजबूत देश की संरचना नहीं हो सकती है.
और वो वहां तक सीमित नहीं रहता। युवा तो दिग्भ्रमित होते ही है, युवा पीढ़ी खोखली होती ही है। इसके साथ साथ देश के अर्थतंत्र पर भी इसके ढेर सारे दुष्परिणाम पड़ते हैं। देश के अर्थतंत्र के साथ साथ नार्को टेरर के माध्यम से देश की सुरक्षाएं भी, देश की सीमाएं भी, देश की सुरक्षा और देश की सीमा की सुरक्षा में सेंध लगाने का काम भी ये नार्कोटिक्स की तस्करी करता है। और एक इस प्रकार से मल्टी डायमेंशनल नुकसान हमारे देश को करता है कि इसके खिलाफ लड़ाई करने का मूड हमने बनाना पड़ेगा। मैं आज आप सबको इतना जरूर कहना चाहता हूं, मैंने मंत्रालय के मंत्री बनने के बाद दुनिया भर में नार्कोटिक्स से ग्रसित, नार्कोटिक्स की समस्या के सामने लड़ाई हार चुके हुए देशों का अध्ययन किया है। कई देश हैं जिन्होंने गिव अप कर दिया है, कई देश हैं वो लड़ाई हार चुके हैं, मगर हम ऐसे जंचर पर है कि लड़ाई को आज भी हम जीत सकते हैं अगर लड़ते हैं तो। 130 करोड़ की आबादी का देश एक संकल्प लेकर निकले तो निश्चित रूप से ये लड़ाई को हम जीत सकते हैं। और लड़ाई हारने का कारण का मीमांसा करते हैं तो निश्चित रूप से 3 ही कारण दिखते हैं। ये लड़ाई को सरकार की लड़ाई बनाकर लड़े, अगर इस लड़ाई को हम जनता की लड़ाई बनाकर लड़ेंगे, ढेर सारी संस्थाओं को साथ में जोड़ेंगे, युवाओं को साथ में जोड़ेंगे, विशेष कर സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ലഹരി വിരുദ്ധ കർമ്മസേനാ മേധാവികളുടെ ആദ്യ ദേശീയ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അമിത്ഷാ. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. കൂടി സംശയിക്കേണ്ടിരിക്കുന്നു. കാരണം എന്തായാലും ജോണി നെല്ലൂർ കേരള കോൺഗ്രസ് വിടുന്നു. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ നിന്നും അദ്ദേഹം ഉടൻ തന്നെ രാജിവെച്ചേക്കുമെന്ന ചില സൂചനകളാണ് വരുന്നത്. കേരള കോൺഗ്രസിന്റെ മുതിർന്ന നേതാവാണ്, ഇപ്പോൾ നിലവിൽ UDFന്റെ സെക്രട്ടറി കൂടിയാണ് ജോണി നെല്ലൂർ. അദ്ദേഹം ഒരു 4-5 വർഷം മുൻപാണ് ജേക്കബ് ഗ്രൂപ്പിന്റെ കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിന്റെ ചെയർമാനായിരുന്നു ജോണി നെല്ലൂർ. ജേക്കബ് ഗ്രൂപ്പിൽ വലിയ പിളർപ്പുണ്ടാക്കി. അതിനുശേഷമാണ് ജോണി നെല്ലൂരിന്റെ ഒരു വിഭാഗം ജേക്കബ് ഗ്രൂപ്പിൽ നിന്നും ജോസഫ് ഗ്രൂപ്പിലേക്ക് എത്തുന്നത്. പക്ഷേ ഈ ജോസഫ് ഗ്രൂപ്പിൽ നിലവിൽ നിരവധി നേതാക്കന്മാർ, മുതിർന്ന നേതാക്കന്മാർ, ഈ ജോണി നെല്ലൂർ, ഫ്രാൻസിസ് ജോർജ് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കന്മാർ അസംതൃപ്തരാണ്. അതിന്റെ ഭാഗമായി കഴിഞ്ഞ കുറച്ച് നാളുകളായി ജോണി നെല്ലൂർ മറ്റ് പല പാർട്ടികളുമായി രഹസ്യ ചർച്ചകളെല്ലാം നടത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ മറ്റൊരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ BJPയിലേക്ക് ക്രൈസ്തവ വിഭാഗങ്ങൾ, ഒരു ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ ഉൾപ്പെടെ, സഭാ മേലധ്യക്ഷന്മാർ ഉൾപ്പെടെ ചില ചർച്ചകൾ BJP നേതാക്കളുമായി ചർച്ചകൾ നടത്തുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടി ജോണി നെല്ലൂരിന്റെ ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ മാറ്റത്തെ, ചുവടുമാറ്റത്തെ ഏറെ ശ്രദ്ധയോടുകൂടി തന്നെ കാണണം. കാരണം ജോണി നെല്ലൂർ എന്തായാലും ഒരു പുതിയ പാർട്ടി രൂപീകരിക്കും. പക്ഷെ അതിനൊരു കേരള കോൺഗ്രസിന്റെ സ്വഭാവം കാണില്ല. നമുക്കറിയാം, ഇതിനു മുൻപുള്ള കേരള കോൺഗ്രസിന്റെ പിളർപ്പിന് ശേഷം പുതിയൊരു കേരള കോൺഗ്രസ് എന്നൊരു പാർട്ടിയാണ് രൂപീകൃതമായിട്ടുള്ളത്. അത് ഓരോ നേതാക്കന്മാരുടെയും പേരിൽ പുതിയ പാർട്ടികളാണ് സാധാരണ രീതിയിൽ വരാറുള്ളത്. പക്ഷെ ഇവിടെ ഒരു കേരള കോൺഗ്രസിന് ഇപ്പോൾ നിലവിൽ കേരളത്തിൽ രാഷ്ട്രീയ പ്രസക്തി ഇല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഒരു പുതിയൊരു ക്രൈസ്തവ സ്വഭാവമുള്ള ഒരു പാർട്ടി, അതായത് വിവിധ ക്രൈസ്തവ സഭകളിലെ ആളുകളെ, മറ്റ് കേരള കോൺഗ്രസുകളുടെ അതോടൊപ്പം തന്നെ മറ്റു പാർട്ടികളുടെയും ക്രൈസ്തവ മുഖങ്ങളായിട്ടുള്ള പ്രധാനപ്പെട്ട അസംതൃപ്തരായിട്ടുള്ള നേതാക്കന്മാരെ കൂടെ കൂട്ടിക്കൊണ്ട് ഒരു പുതിയ പാർട്ടി, ആ പാർട്ടിയുടെ പേര് സംബന്ധിച്ചോ അത്തരം വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പക്ഷെ എന്തായാലും ജോണി നെല്ലൂരായിരിക്കും ആ പാർട്ടിക്ക് നേതൃത്വം നൽകുക എന്ന സൂചനകളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തോടൊപ്പം ചില ക്രൈസ്തവ സഭകളിലെ വിവിധ അൽമായ നേതാക്കന്മാർ ഉൾപ്പെടെ അദ്ദേഹത്തിനൊപ്പം ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കൊച്ചിയിലെ ജോണി നെല്ലൂർ. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ ശ്രീ ഫ്രാൻസിസ് ജോർജ് നമുക്കൊപ്പം ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ ഫ്രാൻസിസ് ജോർജ്, കേരള കോൺഗ്രസിൽ വീണ്ടും ഒരു പിളർപ്പുണ്ടാകാൻ പോകുന്നു എന്ന വാർത്തയാണ് വരുന്നത്. ജോണി നെല്ലൂർ പാർട്ടി വിടാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നറിയുന്നു. സഭാ നേതൃത്വത്തിൽ ഒരു പ്രത്യേക ഗ്രൂപ്പ് രൂപീകരിക്കാനാണ്, പ്രത്യേക പാർട്ടി രൂപീകരിക്കാനാണ് നീക്കമെന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നു. എങ്ങനെ പ്രതികരിക്കുന്നു ഇതിനോട്? എനിക്കറിയില്ല, ഞാൻ വീട്ടിലാണ്. ഇപ്പൊ ഈ ഞാനിപ്പോ ഇങ്ങനെ വാർത്ത ഉണ്ടെന്ന് പറഞ്ഞ് എന്റെ ഒരു സുഹൃത്ത് വിളിച്ചിരുന്നു. അപ്പൊ ഞാൻ TV വെച്ച് നോക്കിയപ്പോഴാണ് ഞാനിത് കണ്ടത്. അപ്പോ എന്താണ് കാര്യം എന്ന് എനിക്കറിയില്ല. അപ്പൊ അദ്ദേഹം ഇപ്പോ ഇങ്ങനെ എന്നെ വിളിക്കുകയോ പറയുകയോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അദ്ദേഹം ഇടക്കാലത്ത് ഇങ്ങനെ ഇനി വലിയ കാര്യമായിട്ട് സജീവമായിട്ടില്ല എന്നൊക്കെ ഒന്ന് സൂചിപ്പിച്ചിരുന്നു. അതല്ലാതെ പുതിയ പാർട്ടി ഉണ്ടാക്കുന്ന കാര്യമൊന്നും എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എനിക്കറിയില്ല എന്താണ് പ്രശ്നം എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. സജീവമായിട്ടില്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കുറെ നാളുകളായി ജോണി നെല്ലൂർ അസംതൃപ്തനായിരുന്നു പാർട്ടിയിൽ എന്നാണ് മനസ്സിലാകുന്നത്. അദ്ദേഹം രാജിക്കത്ത് നൽകുകയോ അത്തരം എന്തെങ്കിലും ഒരു കാര്യങ്ങൾ സൂചിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടോ? എനിക്കറിയില്ല. രാജിക്കത്ത് കൊടുത്തിട്ടുണ്ടോ? രാജിക്കത്ത് കൊടുക്കുകയാണെങ്കിൽ പാർട്ടി ചെയർമാനാണല്ലോ കൊടുക്കുന്നത്. സാറിനോട്, ജോസഫ് സാറിനോട് ചോദിച്ചാലേ അറിയാവുള്ളൂ.
ഇതുവരെ കൊടുത്തതായിട്ട് എന്റെ അറിവിലില്ല. ഉണ്ടെങ്കിൽ ഞാൻ അറിഞ്ഞേനെ. എന്റെ അറിവിൽപ്പെട്ടിടത്തോളം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇതിപ്പോ ഒരു പുതിയ പാർട്ടി രൂപീകരിക്കുന്നു എന്നാണ് ഈ വാർത്തയെ കാണുന്നത്. അപ്പൊ എന്താണ് ഇപ്പൊ അതിന്റെ പിന്നിലെന്ന് അറിയില്ല. ക്രൈസ്തവ സഭകളുടെ പിന്തുണയോടുകൂടി പുതിയ പാർട്ടി എന്നൊക്കെയാണ് പറഞ്ഞത്. എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. ഇനിയുള്ള ദിവസങ്ങളിൽ അത് മനസ്സിലാക്കാനിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. ബിജെപി ക്രൈസ്തവ സഭാ നേതൃത്വങ്ങളുമായി ചർച്ച നടത്തുന്നു. രാഷ്ട്രീയമായ ചില അഭിപ്രായ വാർത്തകളിലേക്ക്. പാലക്കാട് കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവിന് പരിക്കേറ്റു. കരിമ്പമീൻ വല്ലം സ്വദേശി സഞ്ജു മാത്യുവിനാണ് പരിക്കേറ്റത്. കാട്ടാന തുമ്പിക്കൈ കൊണ്ട് എടുത്തെറിയുകയായിരുന്നു. പരിക്കേറ്റ സഞ്ജുവിനെ മണ്ണാർക്കാട് ആശുപത്രിയിലേക്ക് മാറ്റി. റബ്ബർ ഷീറ്റ് പുരയും കാട്ടാന തകർത്തു. സംസ്ഥാനത്ത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ യൂണിഫോം പരിഷ്കരിക്കുന്നു. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ കൂടിയ ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെയും DHSSന്റെ കീഴിലുള്ള നഴ്സിംഗ് സ്കൂളുകളിലെയും വിദ്യാർത്ഥികളുടെ യൂണിഫോമാണ് പരിഷ്കരിക്കുന്നത്. ഇത് സംബന്ധിച്ച് SFIയും നഴ്സിംഗ് സംഘടനകളും ആവശ്യമുന്നയിച്ചിരുന്നു. ഇതിനെ തുടർന്ന് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരും സംഘടനാ പ്രതിനിധികളും യോഗം ചേർന്നാണ് തീരുമാനമെടുത്തത്. ഇത് സംബന്ധിച്ച് പ്രപ്പോസൽ സമർപ്പിക്കാൻ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. അടുത്ത അധ്യയന വർഷം മുതൽ പുതിയ യൂണിഫോം നടപ്പാക്കും.